2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നേരിടാനായിട്ട് ഉണ്ടാക്കിയ ഒരു സഖ്യം, ഇന്ത്യ സഖ്യം. ആ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് കുറേയധികം പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ചേർത്തുകൊണ്ട് ഒരു സഖ്യമുണ്ടാക്കി. പക്ഷേ ആ സഖ്യത്തിന് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവർക്ക് പ്രതിപക്ഷ സ്ഥാനം കൂടുതൽ ബലപ്പെടുത്താനായി സാധിച്ചിരുന്നു. പക്ഷേ അത് തന്നെ ഇപ്പോൾ എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമാവുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് തന്നെ എന്നുള്ളത് 100% ഉറപ്പിക്കാൻ പറ്റുന്ന വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് സഖ്യമെന്ന് പറയുന്ന ആ ഒരു സംഭവമേ ഇല്ലാതാവുന്ന തരത്തിലോട്ട്, പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെയും പിന്മാറുന്ന തരത്തിലോട്ട്, അല്ലെങ്കിൽ വളരെ വലിയ തോതിൽ വിള്ളലുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. അതായത് ഉത്തർപ്രദേശിൽ ഇപ്പോൾ SP-യും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിൽ വലിയ തോതിലുള്ള വിള്ളൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് ഏകദേശം 37 MP-മാരുള്ള ഒരു പാർട്ടിയാണ് SP. ഈ കഴിഞ്ഞ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് 37 MP-മാർ UP-യിൽ നിന്നും ലഭിച്ചിരുന്നു. ആ പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ എല്ലാ തരത്തിലും അകലുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് വിശദമായി പറയുകയാണെങ്കിൽ, സഖ്യ ഔപചാരികതകളേക്കാൾ തൻ്റെ പാർട്ടിയുടെ ശക്തിക്ക് മുൻഗണന നൽകാൻ അഖിലേഷ് തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതായത് SP-ക്കുള്ളിലെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് പ്രത്യേകിച്ച് PDA സമുദായങ്ങൾക്കിടയിൽ ശക്തമായ ഒരു ബൂത്ത് ലെവൽ ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനാലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന തന്ത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉത്തർപ്രദേശ് നീങ്ങുമ്പോൾ ഇന്ത്യ ബ്ലോക്കിലെ വിള്ളലുകൾ കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നല്ല, രൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. സമാജ്വാദി പാർട്ടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന തർക്കം വളരെ വലിയ തോതിൽ സംഘർഷത്തിലെത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ഉത്തർപ്രദേശ് മാറിയിരിക്കുന്നു. അതായത് 403 അംഗ നിയമസഭയിൽ കോൺഗ്രസിൻ്റെ അവകാശവാദം വെറും 35 മുതൽ 40 സീറ്റുകളിൽ ഒതുക്കി നിർത്താനാണ് SP മേധാവി അഖിലേഷ് യാദവ് തീരുമാനിച്ചിരിക്കുന്നതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. ഈ നീക്കം കോൺഗ്രസിനുള്ളിൽ ഗുരുതരമായ അതൃപ്തിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. അതായത് ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്ക് പ്രധാന സഖ്യങ്ങളായിട്ടുള്ള കോൺഗ്രസും SP-യും തമ്മിൽ ഇപ്പോൾ വിശ്വാസമില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതായത് പിരിയുന്ന പക്കലിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നും വ്യക്തമായിരിക്കുന്നു. SP-യെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സഹാറൻപൂരിൽ നിന്നുള്ള കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ് പരസ്യമായി ആ നിരാശയെ പ്രതിധ്വനിപ്പിച്ചിരിക്കുകയാണ്. അതായത് സീറ്റുകൾക്കായി SP-യോട് അപേക്ഷിക്കാൻ നമ്മൾ യാചകരാണോ എന്ന കാര്യം ഇപ്പോൾ പച്ചയ്ക്ക് തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് MP. കോൺഗ്രസിലെ പലരും SP-യുടെ അന്യായവും അവഗണിക്കുന്നതുമായ സമീപനമായി കാണുന്നതിനെതിരെ വർദ്ധിച്ചു വരുന്ന ആന്തരിക നീരസത്തെ അദ്ദേഹത്തിൻ്റെ മൂർച്ചയുള്ള പരാമർശങ്ങളിൽ ഇത് പ്രതിഫലിക്കുകയാണ്. ഒരു കാര്യം ഇതിൽ നിന്നും കൃത്യമായി വ്യക്തമായിരിക്കുകയാണ്. അതായത് 2027 തെരഞ്ഞെടുപ്പ് നേരിടാൻ നിൽക്കുന്ന UP അഖിലേഷ് യാദവ് പാർട്ടി, കോൺഗ്രസ് രണ്ടും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകത്തില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുന്നേ നടന്ന, അതായത് 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി വ്യക്തമായിരുന്നു. അതായത് കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്ന തരത്തിലേക്ക് എത്തിയത് പോലും അവഗണന കാരണമാണ്. അതായത് SP-യുടെ അവഗണന കാരണമാണ്. അതിൽ നിരാശപ്പെട്ടിട്ടാണ് കോൺഗ്രസ് അതിൽ നിന്നും പിന്മാറിയത്. അതായത് ഉപതെരഞ്ഞെടുപ്പ് 10ഓളം സീറ്റുകളിൽ നിന്നാണ് ഉപതെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിനെ SP അടുപ്പിച്ചിട്ടില്ല. കോൺഗ്രസ് ആവശ്യപ്പെട്ട സീറ്റുകൾ SP കൊടുത്തിട്ടില്ല. അതേ രീതി തന്നെയാണ് ഇപ്പോൾ SP വീണ്ടും തുടരുന്നത്. അതായത് കോൺഗ്രസിന് പുല്ലുവില പോലും കൽപ്പിക്കാതെയാണ് ഇപ്പോൾ SP 2027 തെരഞ്ഞെടുപ്പും അവിടെ നേരിടാനായി പോകുന്നത്. അതായത് കോൺഗ്രസിനെ അടുപ്പിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതായത് കോൺഗ്രസിന് തുച്ഛമായ സീറ്റുകൾ മാത്രമാണ് UP-യിൽ SP വാഗ്ദാനം ചെയ്തത് തന്നെ. അത് കോൺഗ്രസ് എല്ലാ തരത്തിലും അവഗണിക്കുന്നതിന് തുല്യമായി തന്നെയാണ് കാണുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾ യാചകരാണോ എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ തുറന്നടിച്ച് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. 2027 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യമായി നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് ഇത് സഖ്യമായി അല്ല മത്സരിക്കാൻ പോകുന്നത്. പകരം എല്ലാ തരത്തിലും തരിപ്പണമായി പോവുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഉത്തർപ്രദേശിൽ തന്നെ അത് കൃത്യമായി വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് SP ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനെ ഒഴിവാക്കുകയാണ്, എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ ഒഴിവാക്കുകയാണ്. അത് 2027 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ വളരെ കൃത്യമായി വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SP-യും കോൺഗ്രസും രണ്ട് തട്ടിലായി തന്നെ നിന്ന് മത്സരിക്കും. സഖ്യമില്ലാതെ തന്നെ മത്സരിക്കും.
മത്സരിക്കേണ്ട തരത്തിലോട്ട് കോൺഗ്രസ് എത്തുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുകയും അവിടെ യോഗിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു മുൻകൈ ഇതിലൂടെ ലഭിക്കുകയും ചെയ്യുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ കോൺഗ്രസിന് യു പിയിൽ വലിയ സ്ഥാനമൊന്നുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം കോൺഗ്രസ് വളരെ ദുർബലമാണ് യു പിയെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ എസ് പിക്ക് തന്നെയാണ് മേൽക്കൈ എന്നുള്ളത് വ്യക്തമാണ്. എങ്കിൽ പോലും തന്റെ സഖ്യകക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ പോലൊരു പാർട്ടിയെ ഇത്രത്തോളം അവഗണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ അഖിലേഷ് യാദവ് മാറിയിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും 2029 തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യത്തിൽ നിന്നും എസ് പിയും കോൺഗ്രസും തരിപ്പണമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതിന് ഏറ്റവും ഉദാഹരണമാണ് 2027 തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും യോഗി ആദിത്യനാഥിന് നിലവിൽ വളരെ വലിയ തോതിൽ മുൻതൂക്കമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ യോഗി വിചാരിച്ച കണക്കുള്ളൊരു വിജയം നേടിയെടുക്കുകയും ഇന്ത്യ സഖ്യത്തിൽ ഈ പറയുന്ന തരത്തിൽ എസ് പിയും കോൺഗ്രസും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയാൽ അത് തീർച്ചയായിട്ടും 2029 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇതിനൊരു ഏറ്റവും വലിയ ഒരു അന്ത്യം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളത് വ്യക്തമാണ്. അതിൽ ഇപ്പോൾ തന്നെ അത് തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ സഖ്യമല്ലാത്ത തരത്തിലോട്ട് പോകാനായിട്ട് എസ് പി തീരുമാനിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് സീറ്റുകൾ വാഗ്ദാനം ചെയ്ത സീറ്റുകളിൽ കോൺഗ്രസിന് നിൽക്കാൻ സാധിക്കത്തില്ല എങ്കിൽ ഉറപ്പായിട്ടും കോൺഗ്രസ് അത് സാധിക്കാത്ത തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ സഖ്യം ഒരു സഖ്യമല്ലാത്ത തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നതും. ഇത് 2027 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തെ തീർച്ചയായിട്ടും വലിയ തോതിൽ ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് BJP മുതലെടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഈ സഖ്യം ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും കോൺഗ്രസും എസ് പിയും രണ്ട് തട്ടിലോട്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതോടൊപ്പം തന്നെ വലിയൊരു പാർട്ടിയുടെ പിന്തുണ, അതായത് 37ഓളം എംപിമാരുള്ള എസ് പിയുടെ പിന്തുണ തന്നെ ഇല്ലാത്ത തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ എന്നുള്ളത് ഈ ഒരു വാർത്തയിൽ നിന്ന് തന്നെ 100% വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കോൺഗ്രസിനെ ഒരു തരത്തിലും എസ് പി അടുപ്പിക്കുന്നില്ല എന്ന് തന്നെ ഇതിലൂടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 2027 തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യമല്ലാത്ത തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഈ പോക്കെങ്കിൽ അത് 2029 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ആയിട്ട് തന്നെ ഈ സഖ്യമെന്ന് പറയുന്ന കാര്യം തന്നെ തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും കോൺഗ്രസും എസ് പിയും രണ്ട് തട്ടിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്.